ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായിട്ടുള്ളൊരു കുഞ്ഞ് റിക്വസ്റ്റ് ഇന്ന് ഞാൻ പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വീലും അതിൻ്റെ സ്റ്റിയറിങ്ങും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അത് പൊട്ടിപ്പോയി, 2 പീസായി. അതെങ്ങനെ നമുക്കൊന്ന് റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം സ്റ്റിയറിങ്ങിൽ നിന്ന് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വളരെ വീക്കായിട്ടുള്ളൊരു ഭാഗമാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് നമുക്കിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഇരിക്കാൻ സാധ്യത കുറവാണ്. കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് വീൽസിലൊക്കെ കുറച്ച് റസ്റ്റ് കയറിയിട്ടുണ്ട്. നമുക്ക് WD-40 ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു 1.5 ഇഞ്ച് ടു 3/4 ഇഞ്ചിൻ്റെ ഒരു റെഡ്യൂസറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്കൊന്നത് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫിറ്റിംഗ് എല്ലാം വളരെ കറക്റ്റാണ്. 2 സൈഡിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ആവുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഹൈക്കൗണ്ടിൻ്റെ PVC പൈപ്പ് ഒട്ടിക്കുന്ന പശയാണ് എടുത്തിരിക്കുന്നത്. റെഡ്യൂസറിൻ്റെ വലിയ ഭാഗം നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിരുന്നു. എന്നാൽ ചെറിയ ഭാഗം കുറച്ചുകൂടെ തിക്നെസ് കുറഞ്ഞ പ്ലാസ്റ്റിക് മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് അത് ലൂസായി പോകാനൊരു സാധ്യത ഉള്ളതുകൊണ്ട് അഡീഷണൽ 2 സ്ക്രൂ കൂടി 2 സൈഡിലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. വീലുകളുടെ തുരുമ്പ് ഏകദേശം ഒന്ന് പോയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വീലുകൾ നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എനിക്കിന്ന് റെഡ്യൂസറിന് 20 രൂപയാണ് ആകെ ചിലവായിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ടോയ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻജോയ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.